ഹേയ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനൊന്ന് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കാര്യമായിട്ടുള്ള മേക്കപ്പ് റെഡി ആവലൊന്നുമല്ല, ചെറുതായിട്ടൊന്ന് റെഡി ആവുന്നത് ഒന്ന് പുറത്തു പോകാൻ വേണ്ടിയിട്ടാണ്. എവിടേക്കാണ് പോകുന്നത്, എന്തിനാണ് പോകുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഞാൻ വഴിയേ പറയാം. അതിനൊക്കെ മുമ്പ് ഒരു കാര്യം പറയട്ടെ. ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ടിപ്സ് കാണിക്കുമോ അല്ലെങ്കിൽ എൻ്റെ ഒരു റൂട്ടീൻ കാണിച്ചുകൊണ്ടുള്ള വീഡിയോ ഒന്നുമല്ല. ഞാൻ വളരെ കാഷ്വലായിട്ട് എടുക്കുന്ന എൻ്റെ ഒരു വീക്കെൻഡ് വ്ളോഗാണ്. അതും ഞാൻ പെട്ടെന്ന് തീരുമാനിച്ചെടുക്കുന്നൊരു വീഡിയോ ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ മാത്രം ഈ വീഡിയോ കാണാം. മൺഡേ ടു ഫ്രൈഡേ അല്ലെങ്കിൽ മൺഡേ ടു സാറ്റർഡേ നമ്മൾ ഫോളോ ചെയ്യുന്ന റൂട്ടീനെക്കാട്ടിലും കുറച്ച് വ്യത്യസ്തമാണ് നമ്മളുടെ വീക്കെൻഡ് റൂട്ടീൻ. അതിനെ വീക്കെൻഡ് റൂട്ടീൻ എന്ന് പറയാൻ പറ്റുമെന്ന് തന്നെ എനിക്കറിയില്ല, കാരണം അങ്ങനെ ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള റൂട്ടീനൊന്നും നമ്മൾ വീക്കെൻഡ് ഫോളോ ചെയ്യാറില്ല. നമുക്ക് കൂടുതലും പുറത്തു പോകാനാണ് ഇഷ്ടം. പുറത്തു പോയി ഫുഡ് കഴിക്കുക, അല്ലെങ്കിൽ ഇഷ്ടമുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുക. പിന്നെ അധികവും നമ്മളുടെ ഫ്രണ്ട്സും വീക്കെൻഡ്സ് നമ്മളുടെ കൂടെ തന്നെ വീട്ടിലുണ്ടാകും. അപ്പോൾ വീക്കെൻഡ്സ് ഭയങ്കര ഫ്ലെക്സിബിളാണ്. ഇത് എത്രത്തോളം നല്ല കാര്യമാണ് അല്ലെങ്കിൽ ഹെൽത്തി ആയിട്ടുള്ള കാര്യമാണ് എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഇങ്ങനെ ബ്രേക്ക് എടുക്കുന്നത് എനിക്കൊരു മെൻ്റൽ റീസെറ്റ് പോലെ തോന്നാറുണ്ട്. അപ്പോൾ നെക്സ്റ്റ് വീക്ക് കുറച്ചും കൂടെ ആ റൂട്ടീനിലേക്ക് തിരിച്ചു പോകാനായിട്ടുള്ളൊരു മോട്ടിവേഷൻ കിട്ടുന്ന പോലെ ഒരു ഫീലിംഗ്. ഇന്ന് ഒരു ഫ്രൈഡേ ഈവനിങ് ആണ്. ഫ്രൈഡേ ഈവനിങ് ആകുമ്പോഴേക്കും കാക്കനാട് സൈഡിലുള്ളൊരു ബ്ലോക്ക് കൊച്ചിയിലുള്ള ആൾക്കാർക്ക് അറിയായിരിക്കും. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് കലൂർ സ്റ്റേഡിയം ലിങ്ക് റോഡിലേക്കാണ്. അവിടെ തയ്യൽപുര എന്ന് പറഞ്ഞ ബുട്ടീക്ക് ഉണ്ട്. അതും ഇതിൻ്റെ അമ്മ ഓൺ ചെയ്യുന്ന ബുട്ടീക്കാണ്. ഇവിടെയാണ് ഞാൻ എൻ്റെ കൂടുതൽ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഒരു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്തത് റെഡി ആയിട്ടുണ്ട് എന്ന് പറഞ്ഞ് വിളിച്ചിരുന്നു. അപ്പോൾ അത് ട്രയൽ നോക്കാൻ പോയതാണ്. ഈ ഒരു കോട്ട് സെറ്റാണ് ഞാൻ അവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്യിപ്പിച്ചത്. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് നമ്മൾ ഒന്ന് ഫുഡും വാങ്ങിച്ചിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോകും. എനിക്ക് യൂഷ്വലി എവിടെയെങ്കിലും പോയി ഒരുപാട് സമയം ഇരിക്കാനുള്ള പേഷ്യൻസ് വളരെ കുറവാണ്. പക്ഷേ എൻ്റെ നെയിൽ ചെയ്യാൻ പോകുമ്പോൾ ഞാൻ എത്ര മണിക്കൂർ വേണമെങ്കിലും ഹാപ്പി ആയിട്ട് ഇരുന്ന് കൊടുക്കും. ഒരു 2 മാസം കൂടുമ്പോഴും പോയി എൻ്റെ നെയിൽ ചെയ്യുമ്പം എനിക്ക് ഭയങ്കര ഒരു സെൽഫ് സാറ്റിസ്ഫാക്ഷനാണ്. ആ ഒരു ഫ്രഷ് നെയിൽസ് കാണുമ്പോൾ ഭയങ്കര ഒരു പുട്ട് ടുഗെദർ ഫീലൊക്കെയാണ് എനിക്ക് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാ 2 മാസം കൂടുമ്പോൾ വന്ന് ചെയ്യാറുണ്ട്. ഒരു പെഡിക്യൂറും പിന്നെ നെയിൽസും ചെയ്യാറുണ്ട്. കൊച്ചിയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ഫിംഗർ ടിപ്സ് ആണ്. അതിപ്പോൾ കാക്കനാടായാലും പനമ്പള്ളി നഗർ ബ്രാഞ്ചായാലും എനിക്ക് ഈക്വലി ഇഷ്ടമാണ്. പക്ഷേ ഇപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്ത് കുറച്ചും കൂടെ അടുത്തായിട്ട് വരുന്നത് കാക്കനാടുള്ള ബ്രാഞ്ച് ആയതുകൊണ്ട് ഞാൻ കൂടുതൽ അവിടെയാണ് പോകാറ്. ആസ് യൂഷ്വൽ എൻ്റെ പെഡിക്യൂറും ചെയ്യുന്നുണ്ട്. പിന്നെ നെയിൽ ഞാനിന്നൊരു ഓംബ്രയാണ് ചെയ്യുന്നത്. യൂഷ്വൽ ഫ്രഞ്ച് ഓംബ്രെ അല്ല, പക്ഷെ കുറച്ച് ഡിഫറെൻ്റ് ആണ്. അത് ഞാൻ കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് ആ ഒരു ഫൈനൽ ലുക്ക് കാണിച്ചു തരാം. നെയിൽ എക്സ്റ്റൻഷൻ ചെയ്യാനുണ്ടെങ്കിൽ എങ്ങനെ പോയാലും മിനിമം ഒരു 3 hours എടുക്കാറുണ്ട്. അപ്പോൾ തിരിച്ച് വന്ന് ലഞ്ച് ഉണ്ടാക്കാനുള്ള മടി കൊണ്ട് ഇതാണ് ഞാൻ എൻ്റെ ലഞ്ചായിട്ട് കഴിക്കുന്നത്. ഇന്ന് എനിക്കൊരു 3 ഔട്ട്ഫിറ്റ്സിൻ്റെ ഷൂട്ട് ചെയ്യാനുണ്ട്. കാര്യം ഇന്ന് വീക്കെൻഡ് ആണെങ്കിലും എൻ്റെ ഷൂട്ടൊക്കെ വീക്കെൻഡ്സും നടക്കാറുണ്ട്. അപ്പോൾ ഒരു ബ്രാൻഡിന് വേണ്ടിയിട്ടുള്ള 3 ഔട്ട്ഫിറ്റ്. ഇതാണ് ഫസ്റ്റ് ഔട്ട്ഫിറ്റ് വരുന്നത്. ഒരു പേർപ്പിൾ കളർ ഔട്ട്ഫിറ്റാണ്. സോ ഇതിൻ്റെ ഷൂട്ട് ഇപ്പോൾ കഴിഞ്ഞു. ഇനി 2 ഔട്ട്ഫിറ്റും കൂടെ ബാക്കിയുണ്ട്. ബൈ ദ വേ, ഇതാണ് ഞാൻ ഇന്നലെ പോയി ചെയ്ത എൻ്റെ നെയിൽസ്. ഇന്ന് 2 ഔട്ട്ഫിറ്റ് നമ്മൾ ഫ്ലാറ്റിൻ്റെ താഴെ തന്നെയാണ് ചെയ്യുന്നത്. 3ാമത്തെ ഔട്ട്ഫിറ്റ് നമ്മൾ കുറച്ച് അപ്പുറത്തേക്കൊരു ലൊക്കേഷനിലേക്ക് പോകും. ഇതാണ് സെക്കൻഡ് ഔട്ട്ഫിറ്റ്. ഈ 3 ഔട്ട്ഫിറ്റ്സും സിയാൻഡ്ര എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡിൽ നിന്നാണ്. എനിക്ക് മിക്കപ്പോഴും ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് വരാറുണ്ട് ഇത് എൻ്റെ ബ്രാൻഡാണോ എന്ന് ചോദിച്ചിട്ട്. അല്ല, ഇതെൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ബ്രാൻഡാണ്. അതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇവർക്ക് വേണ്ടിയിട്ട് ഷൂട്ട്സ് ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമ്മളെ 3ാമത്തെ ഔട്ട്ഫിറ്റ് ഞാൻ പുറത്തുനിന്നാണ് ഷൂട്ട് ചെയ്യുന്നത്. ഇതെൻ്റെ ഫ്ലാറ്റിൻ്റെ തൊട്ടടുത്തുള്ള ഒരു വീടാണ്. ആ വീടിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ഒരുപാട് ചെടികളൊക്കെ വെച്ച് നല്ല ഭംഗിയാണ് കാണാൻ. അപ്പോൾ ഞാൻ ഈ ഇടയായിട്ട് എൻ്റെ 2-3 ഷൂട്ട്സ് ഇവിടെ വന്നിട്ട് ചെയ്തിട്ടുണ്ട്. ഷൂട്ടൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ കുറച്ച് സമയമായി. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് നേരെ പോയത് എൻ്റെ വീട്ടിലേക്കാണ്.
ഈ പൂച്ചക്കുട്ടികളൊക്കെ എൻ്റെ വീട്ടിലുള്ളതാണ്. ഇത് നമ്മൾ വാങ്ങി വളർത്തുന്ന ഒന്നുമല്ല. ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു എന്ന് തോന്നുന്നു. ഇത് ഇവിടെ വന്ന് കൂടി ഇപ്പം നമ്മൾ വളർത്തുന്ന പോലെയൊക്കെ തന്നെ. ഈ അടുത്താണ് ഈ 2 ചെറിയ കുട്ടികളും കൂടെ വന്നത്. പൊതുവേ വലിയൊരു പെറ്റ് പേഴ്സൺ അല്ലാത്ത ഞാൻ ഇപ്പോൾ കുറച്ച് പെറ്റ് പേഴ്സൺ ആവുന്നുണ്ടോ എന്നൊരു ഡൗട്ടുണ്ട്. എൻ്റെ വീട്ടിലുള്ള എല്ലാവരുടെയും ഒരു മേജർ എൻ്റർടൈൻമെൻറ്റ് ഇപ്പോൾ ഈ പൂച്ചക്കുട്ടികളാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ ഡിന്നർ കഴിക്കാൻ നേരെ പോയത് ടിറ്റൂസ് ടെക്കേരിയയിലേക്കാണ്. കൊച്ചിയിൽ മെക്സിക്കൻ ഫുഡ് കിട്ടുന്ന ഒരു അടിപൊളി റെസ്റ്റോറൻറ്റാണ് ടിറ്റൂസ് ടെക്കേരിയ. ഇതെൻ്റെ ക്ലോസ് ഫ്രണ്ടിൻ്റെ ആയതുകൊണ്ട് മാത്രം പറയുകയല്ല, പക്ഷേ എനിക്കിവിടുത്തെ സ്റ്റേക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാനും ടിറ്റൂസ് ടെക്കേരിയയുടെ സ്വന്തം ടിറ്റുവും ഒന്നിച്ച് പഠിച്ചതാണ്. നമ്മൾ ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സാണ്. 4th സ്റ്റാൻഡേർഡ് തൊട്ട് 12th സ്റ്റാൻഡേർഡ് വരെ നമ്മൾ ഒന്നിച്ചാണ് പഠിച്ചത്. അത് കഴിഞ്ഞ് കോളേജും സെയിം ആയിരുന്നു, പക്ഷെ നമ്മൾ ഡിഫറെൻറ്റ് ബ്രാഞ്ചസ് ആയിരുന്നു. എൻ്റെ മാത്രമല്ല, മിഥുൻ്റെയും ഒരു ക്ലോസ് ഫ്രണ്ടാണ് ടിറ്റു. പിന്നെ നമ്മൾ പതിവ് പോലെ എൻ്റെ ഫേവററ്റായ സ്റ്റേക്കും മിഥുൻ്റെ ഫേവററ്റായ ടാക്കോവും ഓർഡർ ചെയ്തു, കഴിച്ചു. അങ്ങനെ വീക്കെൻഡ് പരിപാടികളൊക്കെ നമ്മൾ ക്ലോസ് ചെയ്തു. സോ നിങ്ങൾ ഇതുവരെ ടിറ്റൂസ് ടെക്കേരിയയിൽ പോയിട്ടില്ലെങ്കിൽ, നിങ്ങൾ കൊച്ചിയിലുള്ള ആൾക്കാരാണെങ്കിൽ പാലാരിവട്ടത്തുള്ള ടിറ്റൂസ് ടെക്കേരിയ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.